ഇനി നമുക്ക് സൾഫർ സൈക്കിളിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. Steps involved. First one is decomposition of organic compounds. അപ്പം നമ്മുടെ സോയിലിൽ പ്ലാന്റ്സും ആനിമൽസും ഡീക്കേ ചെയ്ത് പ്രോട്ടീൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ പ്രോട്ടീനെ ആദ്യം ഡീകമ്പോസ് ചെയ്യണം. പ്രോട്ടീൻ ഡീഗ്രഡേഷൻ റിലീസസ് അമിനോ ആസിഡ്സ് ദറ്റ് കണ്ടെയ്ൻ സൾഫർ. Sulfates are reduced to hydrogen sulfide or elemental sulfur by the action of desulfovibrio, desulfomonas and desulfotomaculum bacteria. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടിൽ പ്രസൻ്റ് ആയിട്ടുള്ള അമിനോ ആസിഡുകൾ, സൾഫറുള്ള അമിനോ ആസിഡുകളെ സൾഫേറ്റ്സ് ആക്കി മാറ്റും. സൾഫേറ്റ്സ് പിന്നെ ഹൈഡ്രജൻ സൾഫൈഡായിട്ട് റെഡ്യൂസ്ഡ് ആകും, അതും അല്ലെങ്കിൽ എലമെൻ്റൽ സൾഫറായിട്ട് മാറും. ദിസ് ഇസ് ബൈ ദ ആക്ഷൻ ഓഫ് സർട്ടൻ ബാക്ടീരിയ സച്ച് ആസ് desulfovibrio, desulfomonas and desulfotomaculum bacteria. അപ്പോൾ സൾഫേറ്റ്സിനെ എലമെൻ്റൽ സൾഫറാക്കി മാറ്റുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് ഓക്സിഡേഷൻ ഓഫ് ഹൈഡ്രജൻ സൾഫൈഡ് ടു എലമെൻ്റൽ സൾഫർ. അപ്പോൾ ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടായിട്ടുണ്ട്, സൾഫേറ്റ് റെഡ്യൂസ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാകുന്ന ഹൈഡ്രജൻ സൾഫൈഡിനെ എലമെൻ്റൽ സൾഫറാക്കി മാറ്റണം. ഹൈഡ്രജൻ സൾഫൈഡ് ഈസ് ഓക്സിഡൈസ്ഡ് ടു പ്രൊഡ്യൂസ് എലമെൻ്റൽ സൾഫർ ബൈ സർട്ടൻ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ഫ്രം ദ ഫാമിലീസ് ക്ലോറോബയാസിയെ ആൻഡ് ക്രൊമാറ്റേസിയെ. അപ്പോൾ ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ എലമെൻ്റൽ സൾഫറാക്കി മാറ്റുന്നത് ബൈ 2 types ഓഫ് ബാക്ടീരിയ, ക്ലോറോബയാസിയെ ആൻഡ് ക്രൊമാറ്റൈസിയെ. അപ്പോൾ ഇങ്ങനത്തെ 2 ബാക്ടീരിയകൾ ഹൈഡ്രജൻ സൾഫൈഡിനെ എലമെൻ്റൽ സൾഫറാക്കി മാറ്റും. ആദ്യത്തെ സ്റ്റെപ്പ് ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, അങ്ങനെ റിലീസായിട്ടുള്ള ഹൈഡ്രജൻ സൾഫൈഡിനെ എലമെൻ്റൽ സൾഫറാക്കി മാറ്റും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഓക്സിഡേഷൻ ഓഫ് എലമെൻ്റൽ സൾഫർ. സൈക്കിളാണല്ലോ, സൈക്കിളിൽ ആദ്യം ഓർഗാനിക് മാറ്ററിനെ ഹൈഡ്രജൻ സൾഫൈഡാക്കി മാറ്റി, അല്ലെങ്കിൽ എലമെൻ്റൽ സൾഫറായി ഡയറക്റ്റ്ലി എലമെൻ്റൽ സൾഫറാക്കും. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഹൈഡ്രജൻ സൾഫൈഡിനെ എലമെൻ്റൽ സൾഫറാക്കി മാറ്റുന്നതായിരിക്കും സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ള എലമെൻ്റൽ സൾഫറിൻ്റെ ഓക്സിഡേഷനാണ്. Elemental sulfur present in the soil cannot be utilized directly by plants. Therefore, it is converted into sulfates by chemolithotrophic bacteria. അപ്പോൾ ഓർഗാനിക് മാറ്റർ ഡീക്കേ ചെയ്ത് ബാക്ടീരിയൽ മൈക്രോബിയൽ ആക്ടിവിറ്റി വഴി ഉണ്ടായ എലമെൻ്റൽ സൾഫറിനെ സൾഫേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് കീമോലിത്തോട്രോപ്പിക് ബാക്ടീരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉണ്ടായ സൾഫേറ്റിനെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ്, നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഓഫ് സൾഫേറ്റ്സ് ആണ്. സൾഫേറ്റ്സ് ആർ റെഡ്യൂസ് ടു ഹൈഡ്രജൻ സൾഫൈഡ് ബൈ ബാക്ടീരിയ സച്ച് ആസ് desulfovibrio, desulfuricans, escherichia ആൻഡ് പ്രോട്ടിയസ്. ഇപ്പം നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു സൾഫേറ്റ്സിനെ എലമെൻ്റൽ സൾഫറാക്കുന്ന desulfovibrio. അപ്പോൾ ഈ ബാക്ടീരിയ തന്നെ സൾഫേറ്റിനെ ഹൈഡ്രജൻ സൾഫൈഡായിട്ടും റെഡ്യൂസ് ചെയ്യും. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്നത് 2 സ്റ്റെപ്പിലാണ്. സൾഫേറ്റ്സ് ആർ കൺവേർട്ടഡ് ടു സൾഫൈഡ്സ് യൂസിങ് ATP. രണ്ടാമത്തെ സ്റ്റെപ്പിൽ റിഡക്ഷൻ ഓഫ് സൾഫൈഡ് ടു ഹൈഡ്രജൻ സൾഫൈഡ്. അപ്പോൾ ആ സൾഫേറ്റിനെ ഡയറക്റ്റായിട്ട് ഹൈഡ്രജൻ സൾഫൈഡ് ആക്കുകയല്ല ചെയ്യുന്നത്. ആദ്യം സൾഫേറ്റ് SO4നെ SO3 അയോൺസ് ആണ്, SO4 SO3- ആക്കി മാറ്റും. അതിനെ ATP യൂട്ടിലൈസ് ചെയ്യും. ഈ ബാക്ടീരിയകളുടെ റെസ്പിറേറ്ററി പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. ആക്ച്വലി ബാക്ടീരിയയുടെ ജോലി ഇതല്ല. ബാക്ടീരിയ അവരുടെ റെസ്പിറേറ്ററി സൈക്കിളിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ആവശ്യമുള്ള ഒരു പ്രോസസ്സാണ് ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് സൾഫേറ്റിനെ സൾഫൈറ്റാക്കി മാറ്റുന്നത്. ഇനി രണ്ടാമത്തെ പ്രോസസ്സിൽ ഇങ്ങനെ ഉണ്ടാകുന്ന സൾഫേറ്റിനെ ഹൈഡ്രജൻ സൾഫൈഡാക്കി മാറ്റും. ഇപ്പോൾ ഓർഗാനിക് മാറ്ററിലുള്ള സൾഫേറ്റിനെ ഇപ്പം നമ്മൾ തിരിച്ച് ഹൈഡ്രജൻ സൾഫൈഡാക്കി അറ്റ്മോസ്ഫിയറിലേക്ക് പുറത്തേക്ക് വിട്ടു. 5 സ്റ്റെപ്പാണ്. ആദ്യത്തെ സ്റ്റെപ്പ് ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, രണ്ടാമത്തെ സ്റ്റെപ്പ്
ഓക്സിഡേഷൻ ഓഫ് ഹൈഡ്രജൻ സൾഫൈഡ് ടു എലമെന്റൽ സൾഫർ. അങ്ങനെ ഉണ്ടായ എലമെന്റൽ സൾഫറിനെ സോയിലിൽ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് സൾഫേറ്റ് ആക്കി മാറ്റുന്നു. ഇങ്ങനെ ഉണ്ടായ സൾഫേറ്റിനെ റെഡ്യൂസ് ചെയ്ത് ഹൈഡ്രജൻ സൾഫൈഡ് ആക്കുന്നു. ആ ഹൈഡ്രജൻ സൾഫൈഡാണ് അറ്റ്മോസ്ഫിയറിലേക്ക് തിരിച്ച് വരുന്നത്. ഓക്കെ, ഇതെല്ലാം കൂടെ നമ്മളൊരു ഫ്ലോ ചാർട്ടിൽ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് സെൻട്രൽ പോർഷൻ. സെൻട്രൽ പോർഷനിൽ എന്താ കാണിച്ചിരിക്കുന്നത്? സൾഫർ കണ്ടെയ്നിങ് ഓർഗാനിക് മാറ്റർ അല്ലെ. അപ്പൊ ഈ സൾഫർ കണ്ടെയ്നിങ് ഓർഗാനിക് മാറ്റർ എന്താ ചെയ്യുക? മിനറലൈസേഷൻ, അതായത് പ്രോട്ടീനെ സൾഫേറ്റ് ആക്കി മാറ്റുന്നു. അതിനെയാണ് മിനറലൈസേഷൻ എന്ന് പറയുന്നത്. ഓർഗാനിക് മാറ്ററിനെ ഇനോർഗാനിക് മാറ്റർ ആക്കി മാറ്റുന്നു. ഇനോർഗാനിക് സൾഫേറ്റ് ആക്കി മാറ്റി. ഇങ്ങനെ ഉണ്ടാകുന്ന ഇനോർഗാനിക് സൾഫേറ്റിനെ വീണ്ടും റെഡ്യൂസ് ചെയ്ത് എലമെന്റൽ സൾഫർ ആക്കും. അതല്ലെങ്കിൽ ഹൈഡ്രജൻ സൾഫൈഡ് ആക്കി മാറ്റാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഹൈഡ്രജൻ സൾഫൈഡിനെയും വീണ്ടും സൾഫറായിട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സൾഫറിനെ വീണ്ടും ഓക്സിഡൈസ് ചെയ്ത് സൾഫേറ്റ് ആകുന്നു. അപ്പൊ ഈ പ്രോസസ്സ് സൈക്കിൾ ചെയ്യാണ്. ഹൈഡ്രജൻ സൾഫൈഡ് ഇങ്ങനെ ഉണ്ടാകുന്ന ഹൈഡ്രജൻ സൾഫൈഡ് ഓക്സിഡൈസ് ചെയ്ത് സൾഫറായി, സൾഫർ വീണ്ടും ഓക്സിഡൈസ് ചെയ്ത് സൾഫേറ്റ് ആയി. ഓക്കെ, അപ്പൊ ഇത് ഒരു ഭാഗം. ഇത് എന്ത് സൈക്കിളാണ്? സെഡിമെന്ററി സൈക്കിൾ. ഈ സെഡിമെന്ററി സൈക്കിളിന്റെ കൂടെ തന്നെ ഒരു ഗേഷ്യസ് സൈക്കിൾ ഉണ്ട്. ആ ഗേഷ്യസ് സൈക്കിളിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഓർഗാനിക് മാറ്റർ ഫോസിലായിട്ട് മാറുമ്പോൾ, ഫോസിൽ ഫ്യൂവൽ ആയിട്ട് മാറുമ്പോൾ അതിനെ നമ്മളെടുത്ത് കമ്പസ്റ്റൻ ചെയ്യുമ്പോൾ, അതായത് ഫോസിൽ ഫ്യൂൽ ബേൺ ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയർ സൾഫർ ഡയോക്സൈഡ് ഫോം ചെയ്യാണ്. അറ്റ്മോസ്ഫിയറിക് സൾഫർ ഡയോക്സൈഡ് ഫോം ചെയ്തു. ഈ അറ്റ്മോസ്ഫിയറിക് സൾഫർ ഡയോക്സൈഡ് തന്നെ പ്ലാന്റ്സ് ടേക്കപ്പ് ചെയ്യാണ്. പ്ലാന്റ്സ് ടേക്കപ്പ് ചെയ്ത് അതിൻ്റെ പ്രോട്ടീനാക്കി മാറ്റി. ആൻഡ് ദർ ഈസ് എ സൈക്കിൾ ടേക്കിംഗ് പ്ലേസ് ഓവർ ഹിയർ. ഈ അറ്റ്മോസ്ഫിയറിക് സൾഫർ ഡയോക്സൈഡ് ലൈറ്റിന്റെ പ്രസൻസിൽ സൾഫർ ട്രയോക്സൈഡ് ആയിട്ട് മാറുന്നുണ്ട്. ഇതേപോലെ തന്നെ ഈ സൾഫർ കണ്ടെയ്നിങ് ഓർഗാനിക് മാറ്റർ ഹൈഡ്രജൻ സൾഫൈഡായിട്ടും മാറുന്നുണ്ട്. ചില ബാക്ടീരിയൽ ആക്ഷൻ വഴി എലമെന്റൽ സൾഫറായിട്ടും മാറുന്നുണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഈ ഹൈഡ്രജൻ സൾഫൈഡും എന്ത് സംഭവിക്കും? ലൈറ്റിന്റെ പ്രസൻസിൽ സൾഫർ ഡയോക്സൈഡും ഹൈഡ്രജൻ സൾഫൈഡും സൾഫർ ട്രയോക്സൈഡായിട്ട് മാറുന്നു. ഈ സൾഫർ ട്രയോക്സൈഡ് ആസിഡ് റെയിൻ, പ്രസിപ്പിറ്റേഷൻ നടക്കുന്ന ആസിഡ് റെയിൻ ആയിട്ടോ അതല്ലെങ്കിൽ അയണിന്റെ പ്രസൻസിൽ ഹൈഡ്രജൻ സൾഫൈഡായിട്ട് പുറത്തേക്ക് വരികയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഓർഗാനിക് മാറ്ററിന്റെ സൈക്ലിംഗ് ആണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇനി ഇത് കൂടാതെ അറ്റ്മോസ്ഫിയറിക് സൾഫേറ്റ്സ് ഉണ്ട്. ഈ അറ്റ്മോസ്ഫിയറിക് സൾഫേറ്റ് എവിടുന്നാ വരുന്നത്? വാട്ടർ ബോഡീസിൽ നിന്നുള്ള സീ സോൾട്ട്, സീ സ്പ്രേ വഴി, എയറോസോൾ ആയിട്ട് വിൻഡ് ബ്ലോൺ എയറോസോൾ എന്ന് പറഞ്ഞില്ലേ, അവിടെ ഉണ്ടാകുന്ന വിൻഡ് ബ്ലോൺ എയറോസോൾ സ്പ്രേ ആയിട്ടാണ് ഈ അറ്റ്മോസ്ഫിയറിക് സൾഫേറ്റ്സ് ഉണ്ടാകുന്നത്. ഈ അറ്റ്മോസ്ഫിയറിക് സൾഫേറ്റ്സ് ഇനോർഗാനിക് സൾഫേറ്റ് ആണ്. ആ ഇനോർഗാനിക് സൾഫേറ്റിന്റെ സൈക്കിള് they also undergo the cycle of inorganic sulfates. അപ്പോൾ ഇങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. ഇനോർഗാനിക് സൾഫേറ്റ് വീണ്ടും പ്ലാന്റ്സ് ടേക്കപ്പ് ചെയ്തു പ്ലാന്റിന്റെ പ്രോട്ടീനായിട്ട് മാറി. അപ്പൊ these cycles keep on and on, and thus the sulfur cycle keeps on and on. നമുക്ക് അൺലൈക്ക് ദ അതർ സൈക്കിൾസ്, നമ്മൾ പഠിച്ച കാർബൺ സൈക്കിളും നൈട്രജൻ സൈക്കിളും പോലെ അല്ല സൾഫർ സൈക്കിൾ. സൾഫർ സൈക്കിൾ രണ്ട് തരം സൈക്കിൾസ് തന്നെയുണ്ട്. സെഡിമെന്ററി സൈക്കിൾ ഒന്നുണ്ട്, പിന്നെ ഗേഷ്യസ് സൈക്കിൾ വേറെയുണ്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ തന്നെ ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു സിമ്പിൾ സൈക്കിൾ ആയിട്ടല്ല, ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സൈക്കിൾ ആയിട്ടാണ് ഈ സൾഫർ സൈക്കിള് നമുക്ക് പഠിക്കേണ്ടത്. ഒറ്റയടിക്ക് നമുക്കൊരു നോർമൽ ഒരു സൈക്ലിക് സ്ട്രക്ചർ, നമ്മൾ സാധാരണ വെറുതെ ഒരു വട്ടത്തിലാണ് നമ്മൾ കാർബൺ സൈക്കിളും നൈട്രജൻ സൈക്കിളും ഒക്കെ പറഞ്ഞത്. പക്ഷെ അതുപോലെ നമുക്ക് സൾഫർ സൈക്കിൾ പറയാൻ പറ്റില്ല. സൾഫർ സൈക്കിൾ കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ്, രണ്ട് ഗേഷ്യസ് സൈക്കിളും സെഡിമെന്ററി സൈക്കിളും ഒക്കെ ഉണ്ട്. അതിൻ്റെ
ഒരു എന്താ പറയുന്നത് ഓവർലാപ്പിംഗ് ഏരിയയുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ടായിട്ടാണ് നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. ദിസ് ഇസ് സൾഫർ